പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പാർക്കിംഗ് ലോട്ട് നടത്തുന്ന വ്യക്തി അതിന് ഉത്തരവാദിയാണ്. നമ്മുടെ കാറിന് ഒരു സ്ക്രാച്ച് വീണു, അല്ലെങ്കിൽ കാറിന്റെ മിറർ പൊട്ടി, അല്ലെ ബൈക്കിന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ഹെൽമെറ്റ് നഷ്ടപ്പെട്ടു, അതിന് ആരാണ് ഉത്തരവാദി? ആ പാർക്കിംഗ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയോ സ്ഥാപനമോ ഉത്തരവാദിയാണെന്ന് ബാംഗ്ലൂരിലെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് വിധിച്ചു. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്ന് ഓരോ പാർക്കിംഗ് മാളുകളില് നമ്മൾക്ക് സംഭവിക്കുന്ന ചില കഷ്ടനഷ്ടങ്ങളും അതിൻ്റെ കാരണങ്ങളും അതിനെങ്ങനെ മറികടക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്കായി നൽകുന്നത്. ഏവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വിഷയങ്ങളുമായി ചാനൽ. ഒരു ചെറുപ്പക്കാരൻ തന്റെ ജോലി കഴിഞ്ഞിട്ട് ഒരു സിനിമ കാണണമെന്ന് കരുതി. അദ്ദേഹം 2019 ഓഗസ്റ്റ് 3 ബാംഗ്ലൂരിലെ പ്രശസ്തമായ മാളില് സിനിമയ്ക്ക് പോവുകയാണ്. അവിടുത്തെ പാർക്കിങ്ങില് വണ്ടി വെച്ചു, ക്യാഷ് അടച്ചു, റെസിപ്റ്റ് കയ്യിൽ കിട്ടി. തന്റെ KTM RC 200 മോട്ടോർ സൈക്കിൾ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് വെച്ചു. അതിനുശേഷം സിനിമ കണ്ടു, അടിപൊളി സിനിമയൊക്കെ കണ്ട് അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബൈക്ക് കാണാനില്ല. പലയിടങ്ങളിലും നോക്കി. അവരുടനെ ആ പാർക്കിംഗ് ഉടമയോട് പറഞ്ഞു, എന്റെ ബൈക്ക് കാണുന്നില്ല. അപ്പൊ ആ സ്ഥാപനത്തിന്റെ പാർക്കിംഗ് എടുത്തിരിക്കുന്നത് വേറെ ഒരു ഏജൻസിയാണ്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യമാണ്, വാഹനങ്ങളുടെ ഏതെങ്കിലും കേടുപാടുകൾക്കോ നഷ്ടത്തിനോ തങ്ങൾ ഉത്തരവാദികളല്ലെന്ന് അവർ അവകാശപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ നിരാശനായി പോലീസിൽ പരാതി നൽകി. പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ബൈക്ക് മോഷ്ടിക്കപ്പെട്ടതെന്ന് പോലീസുകാരും സ്ഥിരീകരിച്ചു. സഹായം തേടി അദ്ദേഹം സമീപിച്ചു. എന്നിരുന്നാലും പാർക്കിങ്ങിന് ഫീസ് ഈടാക്കിയെങ്കിലും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ അതിന്റെ നഷ്ടങ്ങൾ തങ്ങളുടെ പ്രശ്നമല്ലെന്ന് പറഞ്ഞ് അവർ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു. ഈ മാൾ മാനേജ്മെന്റിനും മാളിലെ പാർക്കിംഗ് സംവിധാനത്തിന്റെ സാങ്കേതിക പിന്തുണയ്ക്ക് ഉത്തരവാദികളുമായ IT ഏജൻസിക്കെതിരായി അദ്ദേഹം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. അതിനനുസരിച്ച് അദ്ദേഹം നോട്ടീസ് അയച്ചുവെങ്കിലും കോടതിയിൽ ഏജൻസി, അതായത് ഈ മാളിലെ പാർക്കിംഗ് നടത്തിപ്പുകാർ ഏജൻസികൾ പറഞ്ഞ കാര്യം ഇതാണ്, തങ്ങൾ ഈ സോഫ്റ്റ്വെയർ ദാതാക്കൾ മാത്രമാണ്, തങ്ങളല്ല അവിടുത്തെ ടോൾ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത്. ആയതിനാൽ ഞങ്ങളും ഈ പരാതിക്കാരനുമായി ഒരു കരാറുമില്ല, ഒരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ ഈ ഒരു കേസ് നിലനിൽക്കുന്നതുമല്ലെന്ന് അവർ വാദിച്ചു. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷയ്ക്ക് ഫീസ് ഈടാക്കുന്ന പാർക്കിംഗ് ലോട്ടിന്റെ മാനേജ്മെന്റ് ആണ് ഉത്തരവാദിയെന്നും കേടുപാടുകൾ സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകണമെന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് വിധിക്കുകയും പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് കാണാതായ ബൈക്കിന്റെ തുകയ്ക്ക് തുല്യമായ തുക, അതായത് 1,06,288 രൂപയും അവരുടെ അശ്രദ്ധയ്ക്കും ഈ ചെറുപ്പക്കാരനുണ്ടായ കോടതി ചെലവുകൾക്കും അധിക തുക നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. 2023 ഏപ്രിൽ 28 മാൾ നൽകിയ പാർക്കിംഗ് ടിക്കറ്റ് മാനേജ്മെന്റും പരാതിക്കാരനും തമ്മിലുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു കരാർ ആണെന്ന് കോടതി വിധിച്ചു. അതിനാൽ മാനേജ്മെന്റിന്റെ അശ്രദ്ധയും സേവനത്തെ പോരായ്മയും അതിലൂടെ വ്യക്തമാണെന്നും പരാതിക്കാരന്റെ സ്വത്തിനുണ്ടാവുന്ന ഏതൊരു നഷ്ടത്തിനോ നാശത്തിനോ അവർ ഉത്തരവാദികളാണെന്നും കോടതി നിഗമനത്തിൽ എത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്ന
ഈ ഒരു ഭാഗം നോക്കിയേ, ആ ഒരു മാളിലെയാണ്, കൊച്ചിയിലെ ഒരു മാളിന്റെ ഭിത്തിയാണ്. ആ മാളിന്റെ പാർക്കിങ് 3-ാം നിലയിലും 4-ാം നിലയിലും താഴെയുമാണ്. പല വാഹനങ്ങളെയും അവർ മുകളിലേക്ക് കയറ്റിവിടും. വില കൂടിയ വാഹനങ്ങളെ അവർ താഴേക്കും വിടും. ചില സ്ഥലങ്ങളിൽ അവർ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പിക്കപ്പ് എന്ന രീതിയിലുണ്ട്, ഡ്രോപ്പ്. അപ്പൊ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ വാഹനം അവർ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ആ ഒരു തരത്തിലാണ്. ആ സ്ക്രാച്ചസ് കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഭിത്തിയിലുള്ള സ്ക്രാച്ചസ്? ആ സ്ക്രാച്ചസ് ആരും വരച്ചിട്ടൊന്നുമല്ല. കഴിഞ്ഞ മാസം ഞങ്ങൾ ആ മാളിൽ പോയി. ഞങ്ങൾ തൊട്ടു മുന്നിൽ പോയ വണ്ടി ഒരു പെൺകുട്ടിയാണ് ഓടിച്ചിരുന്നത്. അതിന് സ്ക്രാച്ച് വരുത്തി ആ വണ്ടി അരികിൽ ഇങ്ങനെ ഉരസിയാണ് പോയത്. അതിന്റെ പാടുകൾ അതിൽ കാണാം. ആ ഒരു വാഹനത്തിന് മാത്രമല്ല, ഒത്തിരി വാഹനങ്ങളുടെ പാടുതിൽ കാണാം. അതിന് ആ വാഹനത്തിന്റെ കേടുപാടുകൾക്ക് ആര് കൊടുക്കും നഷ്ടപരിഹാരം? ഒരു പെയിന്റിങ്ങിന് തന്നെ 1000-ഉം 10,000-ഉം കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് 2,000-ഉം 3,000-ഉം 4,000-ഉം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിന്റെ ചെലവ് ആര് നൽകും? ഈ മാൾ നൽകുമോ? ആരെങ്കിലും ചോദിച്ചു ചെല്ലുമോ? ഓരോ മാളുകൾക്കും ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഈ റാമ്പ് ചെയ്യുന്നതിന് പകരം അവർക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് ആക്കാമായിരുന്നു. ലിഫ്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂർദ് ഹോസ്പിറ്റൽ, ആ ലൂർദ് ഹോസ്പിറ്റലില് ലിഫ്റ്റ് സംവിധാനമാണ്. പല സ്ഥലങ്ങളിലും ലിഫ്റ്റ് സംവിധാനമാണ്. എറണാകുളം മാർക്കറ്റിൽ, പച്ചക്കറി മാർക്കറ്റിൽ ചെയ്യാൻ പോകുന്ന ലിഫ്റ്റ് സംവിധാനമാണ് പാർക്കിങ്. അതായത് താഴെ വന്നാല് ഈ ഭിത്തിക്ക് ഒരസലൊന്നും ഉണ്ടാവില്ല. നേരെ എത്ര നിലയെന്ന് വെച്ചാല് ഓട്ടോമാറ്റിക് ലിഫ്റ്റ് സംവിധാനമാണ്. ആ സംവിധാനം ഇവർക്ക് ചെയ്യാൻ പാടില്ലേ? കോടികൾ മുടക്കി കെട്ടിടങ്ങൾ പണിയുമ്പോൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി മുറികൾ വാടകയ്ക്ക് നൽകുമ്പോൾ അതിന് ഫീസ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സുരക്ഷിതത്വം അവർ ചെയ്യേണ്ടതാണ്. ഇത് പാർക്കിംഗ് ഫീസുകളിലേക്ക് വരികയാണ്. മാളുകളിലെ പാർക്കിംഗ് ഫീസ് സാധാരണയായി വാഹനത്തിന്റെ തരത്തെയും താമസ കാലയളവിനെയും അടിസ്ഥാനമാക്കിയാണ്. ഞാൻ റോറോയില് ഞങ്ങളുടെ ഒരു കാർ കൊണ്ടുപോകുമ്പോൾ അവര് 50 രൂപ വാങ്ങിക്കും. ഒരു കാർ കൊണ്ടുപോകുമ്പോൾ 40 രൂപ വാങ്ങിക്കും. അവര് പറയുന്നത് എന്താണ്? അത് SUV ആണ്. SUVക്ക് 50 രൂപയാണ്, മറ്റുള്ള കാറിന് 40 രൂപയാണ്. അതുപോലെ തന്നെയാണ് ഈ മാളുകളിലും. വണ്ടിയുടെ തരം മീൻസ് എന്താണ്? അതിന്റെ വലിപ്പവും അതിന്റെ നീളവും വീതിയും കൂടുന്നതനുസരിച്ച്, അതിന്റെ ഉയരവും കൂടുന്നതനുസരിച്ച് അതിന് റേറ്റ് വ്യത്യാസമുണ്ടാവും. പിന്നെ വരുന്നത് എങ്ങനെയാണ്? താമസിക്കുന്ന കാലയളവ്. അതായത് താൻ ഒരു പർച്ചേസിന് പോവുകയാണ്. സത്യത്തിൽ ചിലർ പർച്ചേസിന് പോയാലേ കാണാൻ പോകുന്നതായിരിക്കും. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറിന് ഇത്ര രൂപ. അതിനുശേഷം വരുന്ന എല്ലാത്തിനും അഡീഷണൽ ക്യാഷ് ആണ്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ പോവുകയാണെങ്കിലോ അവർക്ക് ചിലപ്പോൾ ഫീസ് ഉണ്ടാവില്ല. ആ ഒരു തരങ്ങളിലാണ്. ഇരുചക്ര വാഹനങ്ങൾക്കും ഉണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് 10 മുതൽ 30 രൂപ വരെ ആണ്. 4 വീലറുകൾക്ക് 30 മുതൽ 100 രൂപ വരെ, ചിലപ്പോൾ അതിൽ കൂടുതലും ആയിരിക്കും പലപ്പോഴും. തൃശ്ശൂർ കഴിഞ്ഞിടയ്ക്ക് ആ ഒരു മാളിൽ പോയപ്പോൾ അവിടെ 2 വീലർ വെക്കേണ്ടി വന്നപ്പോൾ അവിടുത്തെ റേറ്റ് എത്രയാണ്? 20 രൂപയാണ് അവർ വാങ്ങിച്ചത്. അവർ പറയുന്നത് മിനിമം 20 രൂപയാണ്. നിങ്ങൾ വാങ്ങിക്കുകയോ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യുക. 5 മിനിറ്റ് പോയി കഴിഞ്ഞാലും ആ ക്യാഷ് നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഈ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 20 രൂപ, അല്പം താമസിച്ചാൽ 30 രൂപ വേണ്ടി വരും എന്ന് പറയുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചിയിലെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി. ടെക്സ്റ്റൈൽസ് കാർ പാർക്കിംഗ് ചെയ്തപ്പോൾ അവര് 200 രൂപ പാർക്കിംഗ് ഫീസ് മേടിച്ചു. ഞാൻ പറഞ്ഞു
എങ്ങനെയെങ്കിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്നില്ല, ഞാൻ വണ്ടി വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൈൽസ് നിങ്ങൾ സാധനം എടുക്കുന്നില്ല. അപ്പൊ അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഈ 200 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ബില്ല് കാണിക്കുകയാണെങ്കിൽ ആ 200 രൂപ നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നവർ പറഞ്ഞു. സന്തോഷമായി ഞങ്ങൾ പാർക്ക് ചെയ്തു. അവർ 200 രൂപ തിരികെ തരുന്നു. ഇങ്ങനെ കുറെ കണ്ടീഷൻസ് ഉള്ള കുറെ മാളുകളുണ്ട്. ഇവിടെ കൊച്ചിയിലെ ഒരു മാള്, പ്രശസ്തമായ മാളിലും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യകാലങ്ങളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് ബില്ല് കാണിച്ചാൽ വണ്ടി കയറ്റുമ്പോൾ റെസിപ്റ്റ് തരും. എന്നാൽ തിരികെ പോരുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന റെസിപ്റ്റ് കാണിച്ചാൽ ആ മാള് ഫ്രീ ആക്കുമായിരുന്നു. പ്രശസ്ത മാൾ എന്ന് പറയുന്നത് ലുലു മാള് ഫ്രീ ആക്കി തരുമായിരുന്നു. ഫീസ് സാധാരണയായി, പാർക്കിംഗ് ഫീസ് സാധാരണയായി മണിക്കൂറിന് പകരം പ്രവേശന അടിസ്ഥാനത്തിലാണ് ഈടാക്കുന്നത്. ബൈക്കുകൾക്ക് 10 മുതൽ 30 രൂപ ഞാൻ പറഞ്ഞിരുന്നു. ചിലർക്ക് 50 രൂപ വാങ്ങിക്കും. ഈ ഫീസ് ഈടാക്കാനുള്ള മാൾ മാനേജ്മെന്റിന്റെ അവകാശം തുടർച്ചയായ ഉപഭോക്തൃ കോടതികളും മറ്റുള്ള കോടതികളും ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. കോടതികളുടെ പ്രഗത്ഭരായ വക്കീലുകളുടെ വാദത്തിന്റെ മുന്നിൽ കോടതികൾ നിശബ്ദരായി. അവർ ഫീസ് വാങ്ങിക്കേണ്ടി വന്നു. സാധാരണഗതിയിലുള്ള ഫീസ് ഘടനകളെ പറ്റി ഞാൻ പറയാണ്, അതോടൊപ്പം അതിന്റെ നിയമങ്ങളും. മണിക്കൂർ വേഴ്സസ് ഫ്ലാറ്റ് നിരക്കുകൾ. ചിലയിടങ്ങളിൽ ഫ്ലാറ്റ് ആയ റേറ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഫോറം മാളില് 30 രൂപ കൊടുത്താൽ എത്ര മണിക്കൂർ വേണമെങ്കിലും കാറിന് അവിടെ കിടക്കാം. മിക്ക മാളുകളും ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ മുഴുവൻ ടൈമിനും ഒരു ഫ്ലാറ്റ് എൻട്രി ഫീസ്, ഈ ഫോറം മാൾ ചെയ്യുന്ന പോലെ ഫ്ലാറ്റ് എൻട്രി ഫീസ് ആണ്. ചെറിയ മാളുകളിൽ തുടർന്ന് വരുന്ന അധിക മണിക്കൂറിന് ഒരു ഇൻക്രിമെന്റ് ഫീസ് ഈടാക്കും. അതുപോലെ തന്നെ അവരുടെ സ്റ്റോറുകളിലോ സിനിമാ ശാലകളിലോ ഒരു നിശ്ചിത തുക ചെലവഴിച്ചാൽ പല മാളുകളും പാർക്കിംഗ് ഫീസ് കിഴിവ് ചെയ്യുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യും. നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ല് അല്ലെങ്കിൽ സിനിമ കാണുന്നതിന്റെ ടിക്കറ്റ് അവ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ കിഴിവോ അല്ലെങ്കിൽ സൗജന്യമോ നൽകും. പല ആളുകളും ചെറിയ ഒരു വിൻഡോ, ഒരു ഒഴിവ് നൽകും. സാധാരണയായി ആദ്യത്തെ 15 മുതൽ 30 വരെ മിനിറ്റുകൾ സൗജന്യമായി അവർ വാഗ്ദാനം ചെയ്യും. നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആദ്യത്തെ 10 മിനിറ്റ് ഫ്രീ ആണ്. 10 മിനിറ്റിനുള്ളിൽ കാറ് പോയി ആളെ അവിടെ ഡ്രോപ്പ് ആക്കി തിരികെ വന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വേഗം പോയി വേഗം വരും. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് ആയാൽ 100 രൂപ പോക്ക്. ഓൾറെഡി ഫാസ്റ്റ് ടാഗ് രീതിയിൽ അവർ പോകും. അത് പറയുന്നത് പിക്കപ്പുകളും ഡ്രോപ്പ് ഓഫുകളും ആണ് വരുന്ന ഉടനടി വരാനാവും. ഷോപ്പിംഗ് മാളുകൾ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിന്റെ നിയമസാധുത വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം വാണിജ്യ സമുച്ചയങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സ്ഥലം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉപഭോക്തൃ സംഘടനകളും കോടതികളും വിവിധ കോടതി ഹർജികളും ഈ രീതിയെ പലപ്പോഴും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചില സന്ദർഭങ്ങളിൽ അന്യായമായ വ്യാപാര രീതിയെയോ പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമായോ ആണെന്നവർക്ക് തോന്നുകയാണെങ്കിൽ അത് കൺസ്യൂമർക്ക് അനുകൂലമായി തിരിക്കും. ഇതൊക്കെയാണെങ്കിലും പ്രധാനമായ പല മാളുകളും സ്വന്തമായി പണമടച്ചുള്ള പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരുകയാണ്. ഞാൻ ഇനി മാളുകളിലേക്ക് വരികയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കൺസ്യൂമറിന്റെ, നമ്മുടെ ഭാഗത്ത് നിന്നാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാളുകളുടെ ഭാഗത്ത് നിന്നാണ്. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് ഭാഗം എന്നാ പറയുക. അതെ, ഞാൻ വാദിക്കുന്നത് മാളുകളുടെ ഭാഗത്ത് നിന്നാണ്. കൊച്ചിയില് സ്ഥലത്തിന് എന്ത് വിലയുണ്ട്? കോടികളാണ്. ചില സ്ഥലങ്ങളിൽ കോടികൾ, ചില സ്ഥലങ്ങളിൽ ലക്ഷങ്ങൾ, ആയിരങ്ങളും പതിനായിരങ്ങളും ഇല്ല. അത് ഇഞ്ചിനാണ്, സെന്റിമീറ്ററിനാണ്, മീറ്ററിനാണ് ഈ ലക്ഷങ്ങളും പതിനായിരങ്ങളൊക്കെ. അങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥലവാടക വേണ്ടേ? ഇവർ പണിയുന്ന കെട്ടിടത്തിന് കോടികൾ മുടക്കിയാണ് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക്
തീർച്ചയായും അവർക്ക് തിരികെ കിട്ടേണ്ട ക്യാഷ് പോട്ടെ. അവിടെ എ സി, സെൻട്രലൈസ്ഡ് എ സി, അതിന് കറണ്ട് വേണ്ടേ? ഫ്രീ ആണോ? ആരെങ്കിലും കാഴ്ചക്കാണെങ്കിലും പർച്ചേസിനാണെങ്കിലും പറയുമ്പോ 1 മണിക്കൂറൊന്നുമല്ല അവിടെ കഴിയുന്നത്, മണിക്കൂറുകളാണ്. അവരുപയോഗിക്കുന്ന എ സി, അവരുപയോഗിക്കുന്ന കൺവീനിയൻസ്, അവർ കാണുന്ന സെക്യൂരിറ്റി, അവരെ കൺട്രോൾ ചെയ്യുന്ന സെക്യൂരിറ്റി, അവർക്ക് നൽകുന്ന എസ്കലേറ്റർ, അവർക്ക് നൽകുന്ന ഓരോ സാധ്യതകൾ, അതിനെല്ലാം ഫീസ് വേണ്ടേ? അപ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഫീസ് ഇല്ല. ആ എൻട്രൻസ് ഫീസിന് പകരം തന്നെയല്ലേ ഈ പറയുന്ന പാർക്കിംഗ് ഫീസ്? അപ്പോൾ ആ സ്ഥല വാടക. പിന്നെ വരികയാണ്, ഈ ഒരു സ്ഥാപനത്തിൽ, ഒരു മാളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അതോറിറ്റി, ഒരു ഏജൻസി വേണം. 1-2 സെക്യൂരിറ്റി ഒന്നുമല്ല, 10, 30, 50 സെക്യൂരിറ്റികളാണ്, കുറെ സിസ്റ്റംസ് ആണ്. അതായത് അവിടെ ഇവിടേക്ക് ഇടാനായിട്ട്, കാറുകൾ ഇടാനായിട്ടുള്ള സിസ്റ്റം, അവിടെയൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടൊക്കെ പാർക്കിംഗ് ഏരിയ ചെയ്തിരിക്കുന്നു, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ റാമ്പ് ചെയ്തിരിക്കുന്നു, അവർക്ക് വേണ്ടി ഓട്ടോമാറ്റഡ് എലിവേറ്റഡ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണോ? അതിനും ക്യാഷ് വരില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, നമ്മൾ പെരുവഴിയിൽ വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ അതിൽ സ്ക്രാച്ച് വന്നാൽ എത്ര രൂപയാ പോകുന്നത്? 1, 2 ആണോ? ഡോറിലാണെങ്കിൽ 8000 മുതൽ മുകളിലേക്ക് പോകും, കാറിന്റെ റേഞ്ച് അനുസരിച്ചിട്ട്. സൈഡിലാണെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിലേക്ക് പോകും. ഫ്രണ്ടിലാണെങ്കിൽ ബോണറ്റിലാണെങ്കിൽ 8000 രൂപ കുറഞ്ഞത്. അത് അതിനനുസരിച്ചിട്ടാണ്. എന്റെ വണ്ടികൾ പലപ്പോഴും, കാറുകൾ പലയിടത്ത് ഇടുമ്പോൾ സ്ക്രാച്ചസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാളിൽ പോകുമ്പോൾ വഴിയോരത്തിടരുത്. വഴിയോരത്തിട്ടാൽ പല സ്ക്രാച്ച് വരും. ചിലപ്പോൾ മിറർ ഉണ്ടാവില്ല, ബൈക്കുകളെ എന്തെങ്കിലും തട്ടിക്കിട്ട് പോകും. വെറും 30 രൂപ ലാഭിക്കാൻ, 40 രൂപ ലാഭിക്കാൻ, 50 രൂപ ലാഭിക്കാൻ വേണ്ടി അവിടെ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1000-ങ്ങളും 10,000-ങ്ങളും നഷ്ടപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ഈ മാളുകളുടെ ഭാഗത്താണ് ഞാൻ. മാളുകൾക്ക് തീർച്ചയായിട്ടും പാർക്കിംഗ് ഫീസ്. കേരളത്തെ നിരവധി പ്രധാന മാളുകളിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. മൾട്ടി ലെവൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്പൈറൽ റാമ്പുകളുണ്ട്. നിർദ്ദിഷ്ട ലെവലുകളിലേക്ക് നേരിട്ട് വാഹനം ഓടിക്കാനോ സവാരി ചെയ്യാനോ നമ്മളെ അനുവദിക്കുന്ന പ്രത്യേക പാർക്കിംഗ് എലിവേറ്ററുകളുണ്ട്. പലയിടങ്ങളിൽ തന്നെ ഓട്ടോമാറ്റിക് എലിവേറ്റഡ് സിസ്റ്റം ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ ഈസ് ദി കിങ് എന്ന് പറയുന്ന ഗാന്ധിജി പറയുന്ന കാര്യം തന്നെയാണ് അവർ കിങ്ങിനെ പോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിനുള്ള സേഫ്റ്റി അവർ പറയുകയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരാണെന്ന് മാളുകാരെ നിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും ആ ഒരു തലത്തിൽ ആ റാമ്പുകളിലേക്ക് പോകുമ്പോൾ, റാമ്പിലൂടെ ഓടിക്കുമ്പോൾ അവർക്ക് ഡയറക്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയെങ്കിലും അറേഞ്ച് ചെയ്യുക, വിദഗ്ധരായ ഡ്രൈവേഴ്സിന്. അതിന് വേണമെങ്കിൽ ഒരു ഫീസ് ഈടാക്കുക. അതല്ല എങ്കിൽ ഓട്ടോമാറ്റഡ് എലിവേറ്റഡ് സിസ്റ്റം കൊണ്ടുവരിക. എവരെയും ദൈവം അനുഗ്രഹിച്ചിട്ട്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ദയവായി ഈ റാമ്പുകളിൽ കൂടി കാർ ഓടിക്കല്ലേ, കാശ് പോകും. അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.